വായിൽ വെള്ളം ഊറുന്ന തരത്തിലുള്ള ഉള്ളിമുളക് ചമ്മന്തി നമുക്ക് തയ്യാറാക്കിയാലോ. അപ്പോൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ ഇത് മാത്രം മതിയാകും. അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഒരു 5-10 ചെറിയ ഉള്ളി നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതായി മൂത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 എണ്ണ എടുത്തിട്ടുള്ളൂ, ഒരു 8 എണ്ണം വരെയൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് കുറച്ച് എരിവ് കുറവാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള പുളിയും കൂടിയും ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു മുളകൊക്കെ നല്ലപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. കുറച്ച് തണുത്തതിന് ശേഷം നമുക്കിത് ഒരു കല്ലിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ടോ ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ കല്ലിലിട്ട് ചതക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കാൻ മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് വേണം നമ്മളിത് ഇതുപോലെ ഒന്ന് ചതക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. മിക്സിയിൽ അരയ്ക്കുന്നവരെ ഒരുപാട് അരഞ്ഞു പോകാണ്ട് സൂക്ഷിക്കുക, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഇനി നമുക്കിതാ ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച എണ്ണ ബാക്കിയുണ്ടല്ലോ അതും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂട് ചോറിൻ്റെ കൂടി ഇത് മാത്രം മതിയാകും. അപ്പോൾ വായിൽ വെള്ളം ഊറുന്ന തരത്തിലുള്ള ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാൻ മറക്കല്ലേ.